ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൊഡ്യൂൾ 1 ടോപ്പിക്കായ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് x² + 1 = 0 എന്നുള്ള പോളിനോമിയൽ നിന്നാണ്. എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ ഉള്ള ആൻസറാണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് വരുന്നത്. x² ഈ 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ x² = -1 എന്നാകും. അതുപോലെ x √(-1) എന്നാകും. ഓക്കെ, ഈ √-1നെയാണ് I എന്ന് പറയുന്നത്. I = √(-1). ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ എക്സിന് 2 വാല്യൂസ് എഴുതാം. x +i അല്ലെങ്കിൽ -i. ഓക്കെ, x +i ആകാം അല്ലെങ്കിൽ -i ആകാം. അതായത് x² + 1 = 0 എന്നുള്ള പോളിനോമിയലിന് ഒരിക്കലും ഒരു റിയൽ നമ്പർ ആൻസറായിട്ട് വരില്ല. അതായത് ഒരു റിയൽ നമ്പർ എക്സിന് സൊല്യൂഷനായിട്ട് വരില്ല. ഓക്കെ, ആ നമ്പറിനെ ഇമാജിനറി നമ്പർ എന്നാണ് പറയുന്നത്. ആ ഇമാജിനറി നമ്പർ അതിനെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. I = √(-1) ആണ്. അങ്ങനെയാണെങ്കിൽ I² എന്തായിരിക്കും? 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. I = √-1, Iക്ക് സ്ക്വയർ ചെയ്യുന്നു I², √(-1)ന് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ I² = -1. This is also very important in this chapter. ഓക്കെ, എപ്പോഴും I² = -1 ആയിരിക്കും. I² എവിടെ വന്നാലും ആൻസർ -1 എന്ന് എഴുതാം. I ഒരു ഇമാജിനറി നമ്പറാണ്, ബട്ട് I² ഒരു റിയൽ നമ്പറാണ്. I² എത്രയാണ്? -1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലോകത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന നമ്പേഴ്സൊക്കെ റിയൽ നമ്പറാണ്. അതല്ലാതെ നമ്മുടെ ഇമാജിനേഷനിൽ മാത്രമുള്ള നമ്പറിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഇമാജിനറി നമ്പർ, ആ ഇമാജിനറി നമ്പറാണ് I. ഓക്കെ, അപ്പോൾ റിയൽ നമ്പറും ഇമാജിനറി നമ്പറും കൂടെ ചേർന്ന് നമുക്ക് കോംപ്ലക്സ് നമ്പർ ആക്കാം. അതായത് 3 എന്നുള്ള റിയൽ നമ്പറിൻ്റെ കൂടെ 2 എന്നുള്ളൊരു ഇമാജിനറി നമ്പർ ചേർത്താൽ ഈ നമ്പറിൻ്റെ പേരാണ് കോംപ്ലക്സ് നമ്പർ. അതായത് 3 + 2i എന്നുള്ള നമ്പറിൻ്റെ റിയൽ പാർട്ട് ആണ് 3. റിയൽ പാർട്ട് ആണ് 3, ഇമാജിനറി പാർട്ട് ആണ് 2. അങ്ങനെയാണെങ്കിൽ 3 - 2iയുടെ റിയൽ പാർട്ട് 3 ആണ്, ഇമാജിനറി പാർട്ട് -2 ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കൂടെ ചേർത്തെടുക്കണം. -2 - 2iയുടെ റിയൽ പാർട്ട് -2 ആണ്, ഇമാജിനറി പാർട്ട് -2 ആണ്. I ചേർക്കണ്ട ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ. ഓക്കെ, അതായത് x + iy ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ റിയൽ പാർട്ട് x ആണ്, ഇമാജിനറി പാർട്ട് y ആണ്. ഓക്കെ,